എന്താ സംഭവിച്ചെന്ന് പറയൂ. രാജകുമാരി ഇവിടെ പോയി. സർവനാശം സംഭവിച്ചു മാതേ, സർവനാശം സംഭവിച്ചു. രാജകുമാരി രൂപവതി രൂപനഗരത്തിലേക്കായിരിക്കും പോയിരിക്കുന്നത്. നമുക്കറിയാമായിരുന്നു അവൾ രക്ഷപ്പെടുമായിരുന്നെന്ന്. ആ പെൺകുട്ടിയെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി. അവളെ വിശ്വസിച്ച നമ്മളാണ് ദേവദത്ത വിഡ്ഢികളായി പോയത്. വൈദ്യസമൂഹം ഇക്കാര്യം അറിയുകയാണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് നമ്മളെ വിശ്വാസവഞ്ചകരാക്കി തീർക്കും. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം മറ്റൊന്നാണ്. ഇനി ഇക്കാര്യം ജോഡിൽ അറിയുകയാണെങ്കിലോ, നമ്മൾ ഇരുവരും ചേർന്ന് രാജകുമാരിയെ നമ്മളിവിടെ ഒളിപ്പിച്ചു വെച്ചു എന്ന് അറിയുകയാണെങ്കിൽ ഈ വൈദ്യരാജ്യത്തിന് മുഴുവൻ സർവനാശം സംഭവിക്കുന്നതാണ് ദേവദത്ത. നമ്മളെല്ലാവരും അവസാനിക്കുന്നതാണ്. ഇല്ല പുത്ര, അത് സംഭവിക്കരുത്. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും രാജകുമാരിയെ തിരിച്ചു കൊണ്ടുവരണം. ആശങ്കപ്പെടേണ്ട മാതേ, സമാധാനത്തോടെ ഇരിക്കൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, നാം രാജകുമാരി രൂപവതിയെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എങ്ങനെ? എന്താ നീ പറയുന്നത്? രൂപനഗരത്തിലേക്ക് പോകുമെന്നോ? അറിയില്ല മാതേ, നമുക്കൊന്നും അറിയില്ല. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് രാജകുമാരിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി അഥവാ നാം കാരണം രാജകുമാരിക്ക് വൈദ്യരാജ്യത്തിൽ വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ, ഇല്ലെങ്കിൽ വൈദ്യരാജ്യം അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തി കഴിഞ്ഞാലും നമുക്കത് ക്ഷമിക്കാൻ കഴിയില്ല. അല്ലയോ വനദേവതേ, നമ്മുടെ പുത്രനെ സംരക്ഷിച്ചാലും അതുപോലെ രാജകുമാരിയെ സംരക്ഷിച്ചാലും അവൾക്ക് ഇപ്പോഴും അറിയില്ല, ഈ വനത്തിന്റെ ഓരോ കോണിലും വളരെ വിചിത്രമായ ഇന്ദ്രജാലങ്ങളാണ്. എന്നാൽ ആ ഇന്ദ്രജാലത്തിന്റെ വലയത്തിനുള്ളിൽ ആരെങ്കിലും അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ മായാജാലത്തിൽ അലയേണ്ടി വരും. അരുത് വനദേവതേ, അവർ രണ്ടുപേരെയും അവിടുന്ന് സംരക്ഷിക്കണേ. ഉണരൂ, ഉണരൂ. നിന്റെ മോചനത്തിനുള്ള സമയമാഗതമായിരിക്കുന്നു. ഉണരൂ ലതാ, ഉണരൂ.
രാക്ഷസ റാണി ജോഡില് വിജയിക്കട്ടെ.